അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശിയായ ബിൽജിത്തിന്റെ 7 അവയവങ്ങളിൽ 3 അവയവങ്ങൾ സ്വീകരിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ പ്രമോദാണ്. ആദ്യമായാണ് ഒരാളുടെ 3 അവയവങ്ങൾ മാറ്റിവെക്കുന്നത്. അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണ ആരോഗ്യവാനായി ജീവിതത്തിലേക്ക് തിരികെ എത്താൻ വലിയ സാമ്പത്തിക സഹായം ആവശ്യമാണ്. കുടുംബത്തിലെ ഏക അത്താണിയാണ് പ്രമോദ്. പതിമൂന്നുകാരിക്ക് ഹൃദയം പകുത്തു നൽകിയ അങ്കമാലി സ്വദേശിയായ ബിൽജിത്തിനെ അങ്ങനെ ആർക്കും മറക്കാൻ കഴിയുന്നതല്ല. ബിൽജിത്തിന്റെ മറ്റ് അവയവങ്ങൾ, അതായത് 7ഓളം അവയവങ്ങളാണ് അന്ന് ദാനം ചെയ്തത്. അതിൽ ചെറുകുടൽ, പാൻക്രിയാസ്, ലിവർ തുടങ്ങിയ അവയവങ്ങൾ തിരുവനന്തപുരം സ്വദേശിയായ പ്രമോദിനാണ് നൽകിയത്. പ്രമോദിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇനിയും കുറേ ചികിത്സകളും മറ്റും വേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് നമുക്കിപ്പം ഉള്ളത്. പക്ഷേ സാമ്പത്തികമായി ഒരു സഹായവും കൂടി അവർക്ക് ആവശ്യമാണ്, അല്ലേ? കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ അസുഖം തുടങ്ങി ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലാണ്. ഉണ്ടായിരുന്നതെല്ലാം വിറ്റും കടം വാങ്ങിയും ഒരുപാട് പേരുടെ സഹായത്തോടും കൂടിയാണ് ഞങ്ങൾ തുടർ ചികിത്സ തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇനി ഒരു ശസ്ത്രക്രിയ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഒരു അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചനം കിട്ടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് 45 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റാണ് തന്നത്. വീണ്ടും ഒരുപാട് പേര് സഹായിച്ചും ഉള്ളത് ബാക്കിയുണ്ടായിരുന്ന എല്ലാം വിറ്റും കടം വാങ്ങി ലോണും എടുത്തും ഒക്കെയാണ് ഈ തുക തികച്ച് ഇവിടെ 2 വർഷം കൊണ്ടുള്ള കാത്തിരിപ്പായിരുന്നു ഒരു മാച്ചിങ് ഡോണറെ കിട്ടാനായിട്ട്. മാച്ചിങ് ഡോണറെ കിട്ടി, പക്ഷേ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. അടുത്ത ദിവസം തന്നെ സിവിയർ ബ്ലീഡിങ് ആയി. അതിന് വീണ്ടും സർജറി വേണ്ടി വന്നു. അതിനുശേഷമുള്ള തുടർ ചികിത്സയും മറ്റും അടച്ചിരുന്ന ക്യാഷ് എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുവാണ്. 8 വയസ്സുള്ള കുഞ്ഞിനും എനിക്കും എൻ്റെ ഭർത്താവല്ലാതെ മറ്റാരും ഇല്ല. നല്ലവരായ എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. എത്രയും വേഗം 25 ലക്ഷം രൂപയോളം ഇവിടെ കെട്ടിവെച്ചാൽ മാത്രമേ തുടർ ചികിത്സ നടക്കത്തുള്ളൂ. നിലവിലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ ഡോക്ടർമാരെന്താണ് പറഞ്ഞത്? ഇത്രയും നാൾ മയക്കത്തിലായിരുന്ന 2 ദിവസം മുമ്പാണ് കോൺഷ്യസ് ആയി വരുന്നുണ്ട്. എല്ലാവരെയും തിരിച്ചറിയുന്നുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് പൂർവാധികം ആരോഗ്യവാനായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഈ മെഡിസിൻസിൻ്റെ ഒക്കെ വിലയാണ് എന്നെക്കൊണ്ട് താങ്ങാനായിട്ട് പറ്റാതിരിക്കുന്നത്. ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷം അവയവങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് CT സ്കാൻ എടുത്തതിൽ മറ്റ് റിജക്ഷൻ്റെ സാധ്യതകളൊന്നും ഇല്ല. എല്ലാം വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിക്കാൻ കുറച്ചുകൂടിയും താമസം എടുക്കും. കുടുംബത്തിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ് എങ്ങനെയാണ്? ആളെന്താണ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? ആളൊരു ഡ്രൈവറാണ്, ടിപ്പറിൻ്റെ ഡ്രൈവറാണ്. പുള്ളിയുടെ വരുമാനത്തിലായിരുന്നു ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പുള്ളി വയ്യാതായതിന് ശേഷം ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. ഒരുപാട് പേരുടെ സഹായം കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 25 ലക്ഷം രൂപയെന്ന് പറയുമ്പോൾ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു തുകയാണ്. 13-കാരിയിൽ ബിൽജിത്തിൻ്റെ ഹൃദയം ഇടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് കേരളത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ സന്തോഷകരമായൊരു വാർത്തയായിരുന്നു. ബിൽജിത്തിൻ്റെ 3 അവയവങ്ങളാണ് ഈ പ്രമോദിന് മാറ്റി വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ മറ്റ് ആളുകളുടെ സഹായം കൂടി ആവശ്യമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത്.